പ്രിയമുള്ളവരെ, ഇത് തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിനോടനുബന്ധിച്ച് ഇവിടെ വരുന്ന രോഗികൾക്ക് കൂട്ടിരിക്കാൻ വരുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് താമസിക്കാൻ ഉള്ള ഏർപ്പാടാക്കിയിട്ടുള്ള ആശ്വാസ് വാടക വീട് എന്ന പദ്ധതി ആണ് ഇവിടെ ഉള്ളത്. ഇത് സത്യത്തിൽ ഇവിടെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ വരുന്ന തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ വരുന്ന രോഗികളുടെ കൂട്ടിരിപ്പുകാർക്ക് ഏറ്റവും ആശ്വാസകരമായൊരു കാര്യമാണിത്. ഇവിടെ വളരെ മിതമായൊരു തോതിലാണ് ഇവിടെ വാടക ഈടാക്കുന്നുള്ളൂ. പുറത്ത് ഒരു പക്ഷേ വലിയ ചൂഷണങ്ങൾക്കൊക്കെ വിധേയരാകാം. അതുപോലെ ചിലരിവിടെ ഒരു ഭവനം കിട്ടാതെ അല്ലെങ്കിൽ കൂട്ടിരിക്കാൻ വരുന്ന ആളുകൾക്ക് താമസിക്കാനൊരു ഇടമില്ലാതെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരെ ധാരാളമായിട്ട് നമുക്ക് കാണാം. അവർക്ക് ഇത് ഏറ്റവും വലിയ ഒരു ഉപകാരമാണിത്. ജനുവരി 7-നാണ് ഇത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ഈ ആശ്വാസ് എന്ന് പറയുന്ന വാടക റൂം, അതുപോലെ തന്നെയുള്ള ഡോർമെറ്ററി ഇത് ലഭിക്കുന്ന ഇതാണ് ഈ കാണുന്ന സ്ഥലമാണ് നമ്മൾ ഈ കാണുന്നത്. ഗവൺമെൻറ് മെഡിക്കൽ കോളേജിനോടനുബന്ധിച്ച് ഇവിടെ വരുന്ന രോഗികളുടെ കൂട്ടിയിരിപ്പുകാർക്ക് ഇവിടെ താമസിക്കാനുള്ള ഒരു സംവിധാനമാണിത്. ഇത് മിതമായ വാടകയ്ക്ക് കൊടുക്കുന്നതാണ്. ഇത് ജനങ്ങളിൽ പലർക്കും ഈ സംവിധാനത്തെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല. കാരണം കഴിഞ്ഞ ജനുവരി 7-നാണ് ഇത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ഇത് രോഗികളെ സംബന്ധിച്ചിടത്തോളവും അവർക്ക് കൂട്ടിരിക്കാൻ വരുന്നവരെ സംബന്ധിച്ചിടത്തോളവും വലിയൊരു ആശ്വാസമാണ് ഈ ഒരു സംരംഭം. ഇതിൻ്റെ പേര് തന്നെ ആശ്വാസം എന്നാണ്. മെഡിക്കൽ കോളേജിനോട് തൊട്ട് ചേർന്ന് തന്നെയാണ് ഈ ഒരു സംവിധാനം ഉള്ളത്. ഇവിടെ ഒരാൾക്ക് താമസിക്കാൻ 150 രൂപയാണ്. ഇത് ഒരു ഡോർമെറ്ററി നമുക്ക് കണ്ടോ, അത്യാവശ്യം പുതിയ കട്ടിലുകളും റൂമും ഒക്കെ പുതിയതാണ്. അപ്പോൾ നല്ല സുഖകരമായൊരു സൗകര്യമൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇത് നല്ല ഒരു വൃത്തിയും വെടുപ്പൊക്കെ ഉണ്ട്. ഒരാൾക്ക് 150 രൂപയാണ് ഇവിടുത്തെ വാടക എന്ന് പറയുന്നത്. അപ്പോൾ കൂട്ടിയിരിക്കാൻ വരുന്ന ആളുകൾക്ക് നല്ലൊരു സൗകര്യമാണിത്. അവർ പുറത്തൊക്കെ പോയി അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതിലും പകരമായിട്ട് അവരുടെ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ച് അവർക്ക് സുഖപ്രദമായിട്ട് രോഗിനെ പരിചരിക്കാനൊക്കെ ഒരു അവസരം കിട്ടുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇത് ശരിക്കും കണ്ടറിഞ്ഞ് ചെയ്തിട്ടുള്ളതാണ്. കാരണം നിരവധി രോഗികളുടെ കൂട്ടിരിപ്പുകാർ കിടന്ന് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഘട്ടത്തിൽ അവർക്ക് ഒരു സഹായകരമായിട്ട് ചെയ്തതാണ്. 150 രൂപയാണ് ഇതിൻ്റെ വാടക വരുന്നത്. ആ വാടക ചിലർക്കത് കൂടുതലായി തോന്നാം. എന്നാൽ ഏതാനും ദിവസമാണല്ലോ നമ്മളിവിടെ ചിലവഴിക്കുന്നുള്ളൂ. ആ അർത്ഥത്തിലാണെങ്കിൽ ഇത് ഒരു കൂടുതലല്ല. അപ്പോൾ ഇത് എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഇങ്ങനൊരു സൗകര്യം മെഡിക്കൽ കോളേജിനോടനുബന്ധിച്ച് അവർ അധികൃതർ ചെയ്തിട്ടുണ്ട്. പുറത്ത് പോകേണ്ട കാര്യമില്ല. മെഡിക്കൽ കോളേജിനോടിൻ്റെ ക്യാമ്പസിൽ തന്നെ ഗ്രൗണ്ടിൽ തന്നെ ഇത് സ്ഥിതി ചെയ്യുന്നത് പാലിയേറ്റീവ് ബിൽഡിങ്ങിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ ഇത് എല്ലാവർക്കും അറിയിച്ചു കൊടുക്കുക. ഇങ്ങനെയൊരു സംവിധാനം ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട്. 2025 ജനുവരിയിലാണ് ഇത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. അതുകൊണ്ട് പലർക്കും ഈ സൗകര്യത്തെക്കുറിച്ച് അറിയുന്നില്ല എന്നുള്ളതാണ്. അവിടെ ബോർഡുകളൊന്നും കാണാനുമില്ല ഇങ്ങനൊരു സൗകര്യമുണ്ട് എന്ന്. ഇത് റിസപ്ഷനാണ്. എൻ്റെ നമ്പർ ഞാൻ ഇതിൽ കൊടുക്കാം. നമ്പർ ഞാൻ നമ്മളുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നോക്കി നിങ്ങൾക്ക് ഇവിടെ ബുക്ക് ചെയ്യാവുന്നതാണ്. ആ നമ്പർ നോക്കി നിങ്ങൾക്ക് ഇവിടെ ബുക്ക് ചെയ്താൽ നമുക്ക് നല്ല സൗകര്യത്തോടുകൂടി ഇവിടെ താമസിക്കാമെന്നുള്ളതാണ്. അപ്പോൾ ഈ സൗകര്യം നമ്മൾ ഉപയോഗപ്പെടുത്താം. 150 രൂപ എന്നത് വലിയ ഒരു ഫീസൊന്നുമല്ല. സ്വാഭാവികമായിട്ട് പുറത്ത് ഇതിനേക്കാൾ 2-3 ഇരട്ടിയാണ് താമസിക്കുന്നതിന് വേണ്ടി വരുന്നത്. ആ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഇത് അധികമാണെന്ന് നമുക്ക് തോന്നുന്നില്ല. മിതമായൊരു ഫീസ് തന്നെയാണ്. അതുകൊണ്ട് ഈ സൗകര്യം എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് ആശിക്കുന്നു.